മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത്. അത് വലിയ ആഘോഷമാക്കി എടുത്തിരിക്കുകയാണ് എബ്രഹാമും അതുപോലെ തന്നെ സർക്കാർ. പ്രോസിക്യൂട്ട് ചെയ്യാൻ ക്യാബിനറ്റ് റാങ്കിലുള്ള KM എബ്രഹാമിനെ വരവിൽ കവിഞ്ഞ സ്വത്ത് കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങിയില്ല എന്ന സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. ഇതിൽ ആഹ്ലാദിക്കാനൊന്നുമില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ കശുവണ്ടി കോർപ്പറേഷനിൽ അഴിമതി നടത്തിയ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും മാനേജിംഗ് ഡയറക്ടർ രതീഷും CBI അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് പിണറായി. അപ്പോൾ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകേണ്ടത് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ് അനുമതി നൽകേണ്ടത്. അത്തരം ഒരു അനുമതി വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് K ബാബുവിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമാനമായ ഒരു കേസായി കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസെടുത്താൽ CBI അന്വേഷണം പൂർത്തിയായി ചന്ദ്രശേഖരനും മാനേജിംഗ് ഡയറക്ടർ രതീഷും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കുറ്റപത്രം വരെ തയ്യാറായിട്ടും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാത്ത പിണറായി സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിനെതിരെ FIR ഇട്ട് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവ് അന്വേഷണം പോലും നടത്തുന്നത് തടയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രോസിക്യൂഷനുള്ള അനുമതി CBI നേടിയാൽ മതി. അപ്പോൾ ഇതൊരു നിയമപ്രശ്നമാണ്. ഈ നിയമപ്രശ്നത്തിൽ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ തടസ്സ ഹർജി നൽകിയിരുന്നു. അപ്പോൾ ഹർജിക്കാരനും സംസ്ഥാന സർക്കാരിനുമെല്ലാം സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ വാദം കേട്ട ശേഷമേ അന്തിമ വിധിയുണ്ടാവൂ. എന്നാലും താൽക്കാലികമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് ആശ്വസിക്കാം. CBI അന്വേഷണത്തെ തൽക്കാലം ഭയപ്പെടേണ്ടതില്ല. പക്ഷേ അവിഹിതമായ സ്വത്ത് സമ്പാദിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളയും എന്ന് കരുതാനാവില്ല. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള, മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് നേരത്തെ അന്വേഷിച്ച് KM എബ്രഹാം അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. അതുകൊണ്ട് CBI അന്വേഷണം നിലനിൽക്കില്ല എന്ന വാദമാണ് സഖാക്കൾ ഉന്നയിക്കുന്നത്, KM എബ്രഹാമും ഉന്നയിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഗൂഢാലോചന നടത്തിയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും നേരത്തെ ജോമോനെതിരെ താനെടുത്ത ഒരു നടപടിയുടെ പേരിലാണ് ഈ ഹർജി നൽകാൻ ഇടയാക്കിയത് എന്നുമാണ്. അപ്പോൾ ജോമോൻ ഗൂഢാലോചന നടത്തിയതായി പറയുന്നത് നേരത്തെ പറഞ്ഞ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസിലെ പ്രതികളായ R ചന്ദ്രശേഖരനും മാനേജിംഗ് ഡയറക്ടർ രതീഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന്. എന്നാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി CBIക്ക് നൽകാതെ ആ ഫയൽ പിടിച്ചുവെച്ചത് മുഖ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും ചേർന്നാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജോമോൻ ആ പറയുന്ന ആളുകളുമായി ചേർന്നൊരു ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകാത്ത ഒരു ആരോപണമാണ്. KM എബ്രഹാം ഹർജിക്കാരനെതിരെ നൽകിയ പരാതി പരിശോധിച്ചു വരികയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആലോചിച്ചു നോക്കൂ, ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് KM എബ്രഹാമിനെതിരെ വിധി സമ്പാദിച്ച ഹർജിക്കാരൻ എന്തുകൊണ്ട് ഹർജി നൽകി എന്നൊരു അന്വേഷണം നടത്തുന്നത് എത്ര അപഹാസ്യമാണ്. അപ്പോൾ ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നു, അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിശദീകരിച്ചത്. എന്തായാലും സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാനും തെളിയിക്കാനും ഉള്ള ആർജവമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ആരോപണ വിധേയരായ ക്യാബിനറ്റ് റാങ്കുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും കാണിക്കേണ്ടത്.